ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മിനിയേച്ചർ ഗിറ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഈ ഗിറ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗിറ്റാറൊക്കെ വായിക്കാൻ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഗിറ്റാറിൻ്റെ മിനിയേച്ചർ മോഡലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വളരെ സന്തോഷമൊക്കെ ആകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഗിറ്റാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറേ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്, അതുപോലെ വണ്ടികളുടെ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്, അത് ചെറിയ ടെക് പരമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മിനിയേച്ചർ ഗിറ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും ഗൈസ്. അപ്പോൾ നമ്മൾ ഗിറ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഫോം ഷീറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഫോം ഷീറ്റ് എടുത്തതിന് ശേഷം ഈ ഫോം ഷീറ്റിലാണ് നമ്മൾ ഗിറ്റാറിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നത്. ആ ഒരു ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ആ ഫോം ഷീറ്റിൽ നമ്മുടെ ഗിറ്റാറിൻ്റെ ഒരു ഷേപ്പ് അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നേരം ഇത് കെർവൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും കട്ട് ചെയ്യാൻ. പരമാവധി അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യണം ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. നമ്മൾ ഇതുപോലെ മിനിയേച്ചർ മോഡൽസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്, ഇതിൻ്റെ ബാക്കി വെക്കാൻ ഗൈസ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു അളവിനാണ് നമ്മൾ പൊക്കം, അതിൻ്റെ ഒരു പൊക്കം ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. ഇത് പേപ്പറല്ല, ഇത് നമ്മളെ ബുക്കിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു കവറിങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് ഫോം ഷീറ്റ് വെക്കാൻ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഗൈസ്, അതിൻ്റെ ചുറ്റും. അപ്പോൾ നിങ്ങളൊന്ന് കാണുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പുറകുവശത്ത് വെക്കാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്താൽ മതി ഗൈസ്. ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് നടുഭാഗത്തൊരു ഹോള് വേണം ഗൈസ്. അപ്പോൾ നമ്മളവിടെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹോളാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങളെ കാട്ടിത്തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ തന്നെ കറക്റ്റ് റൗണ്ടിൽ തന്നെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു പൊക്കത്തോട്ടുള്ള ഒരു സംഭവം പിടിപ്പിക്കാനാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഫോം ഷീറ്റാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആണ് ഗൈസ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ചെറിയൊരു പീസ് വെക്കേണ്ടത്. അതിൻ്റെ അറ്റത്തൊട്ടിക്കുമല്ല, അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചാണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതിന് ഇച്ചിരി നീളമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നീളം കുറച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്ര നീളം നമുക്ക് വേണ്ട, ഏകദേശം ഒരു ഇത്ര നീളം മതിയായിരിക്കും ഗൈസ്. അത് നിങ്ങൾ നോക്കി അതിൻ്റെ ഒരു രീതിക്ക് കട്ട് ചെയ്താൽ മതി ഗൈസ്. പിന്നെ നമ്മളിതിൻ്റെ അറ്റം കുറച്ചൊന്ന് ബെൻഡാക്കി കൊടുക്കണം ഗൈസ്. ഒരു ചെറിയ രീതിയിൽ ബെൻഡാക്കി കൊടുത്താൽ മതി. നിങ്ങൾ വീഡിയോ കാണുന്നതാണ് ചെറിയ രീതിക്ക് ഒന്ന് ബെൻഡാക്കി കൊടുക്കണം അതിൻ്റെ അറ്റം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഗിറ്റാറിൻ്റെ ഒരു രീതി വരച്ചെടുക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ഗൈസ്. ഈ നടുഭാഗം അതിൽ മേലുള്ള ഭാഗങ്ങളും പിന്നെ രണ്ട് സൈഡിലെ ഭാഗങ്ങളും ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് കട്ടാക്കി എടുക്കണം ഗൈസ്. നിങ്ങളത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളത് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഈ ഒരു രീതിക്കാണ് ഇത് ഇരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതെടുത്തിട്ട് നമ്മൾ നേരെ ഗിറ്റാറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിൻ്റെ ആ സൈഡിൽ കൊണ്ടുപോയല്ല ഒട്ടിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പീസും കൂടെ നമ്മൾ എക്സ്ട്രാ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്.
അതുള്ളതാണ്, നമ്മളത് വീഡിയോ എടുത്തില്ല, നമ്മളതങ്ങ് ഒട്ടിച്ച് വെച്ചു. അടുത്തായിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാട്ടിത്തരാം ഗൈസ്. അപ്പോൾ അത് നമ്മളത് ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു വായിക്കോളതിൻ്റെ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ, പിന്നെ അത് ട്യൂൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതേപോലത്തെ ഒരു കമ്പി കഷ്ണം ഇതുപോലെ കുത്തിക്കയറണം ഗൈസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഗിറ്റാറിൻ്റെ ഒരു ട്യൂണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് 2 എണ്ണം കൊണ്ട് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ 2 എണ്ണം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാം. മൊത്തം ഇങ്ങനെ 3 എണ്ണം, ഒരു സൈഡിൽ 3 എണ്ണം, അടുത്ത സൈഡിൽ 3, മൊത്തം 6 എണ്ണമാണ് ഗൈസ് ഇതിനൊക്കെ ഉള്ളത്. ഇതേപോലെയാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇനി നമ്മളത് വായിക്കാനുള്ള ഒരു വള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു നൂലാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ നൂലിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നൂലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അറ്റത്തെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു കമ്പിയിൽ നമ്മൾ ആദ്യം കയറ്റിയതിന് ശേഷം അപ്പുറത്ത് കൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളിപ്പോൾ കാട്ടി തരാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു നൂലിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് വളച്ചതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു കമ്പിനെ കയറ്റുക. അതിന് ശേഷം ഇതേപോലെ തന്നെ അടിയിൽ സൈഡിലായിട്ട് ഒട്ടിച്ചത് ഗൈസ്. അതിന് ശേഷം നമ്മൾ ബാക്കിയത് കയറ്റി അതിൻ്റെ അപ്പുറത്തപ്പുറത്തായിട്ട് അങ്ങനെ ഒട്ടിച്ച് ഈ ആയിട്ട് അടി കൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാട്ടിത്തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ആദ്യം നമ്മൾ ചെയ്ത് ഒരു സൈഡിലെ ഒട്ടിച്ചു, അതിന് ശേഷം ഏറ്റവും അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഒട്ടിച്ചു. അതിന് ശേഷമാണ് ഗൈസ് നമ്മൾ നടുഭാഗത്തൊക്കെ ഒട്ടിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 സൈഡിൽ ഒട്ടിച്ചതിന് ശേഷമാണ് നടുഭാഗത്തെല്ലാം ബാക്കിയുള്ള 4 എണ്ണം നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഗിറ്റാറിൻ്റെ ലുക്ക് വരുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ മിനിയേച്ചർ വീഡിയോസ്, ടെക് വീഡിയോസ് ഒക്കെ ഇടുന്നതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നത് ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരേക്കും ബൈ.